എന്ത് രസമായിട്ടല്ലേ നമ്മളെയൊക്കെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. കണ്ടില്ലേ പൂക്കൾ ആരോ നട്ട് വളർത്തിയ പോലെ എത്ര ഭംഗിയായിട്ട് അത് ഉണ്ടായി നിൽക്കണേ. ഒരുപാട് താറാവുകളും വാത്തകളൊക്കെ അത് കൊത്തി തിന്നുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കാഴ്ചകളാണെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ശരിക്കും അതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു വിഷ്വൽ ബ്യൂട്ടി എനിക്കിതിൽ എടുക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് ഭംഗിയാണ്. ഇത് കണ്ടില്ലേ ഒരു അണ്ണാൻ, നമ്മുടെ നാട്ടിലെ അണ്ണാൻ്റെ പോലെ വരയൊന്നുമില്ല, പക്ഷേ ഇത്തിരി കൂടെ വലിപ്പം ഉണ്ടാവും ഇവിടുത്തെ അണ്ണാൻ. അപ്പോൾ ഇങ്ങനെ മിക്കവാറും അണ്ണാനെ എപ്പോഴും ഇങ്ങനെ കാണിക്കുന്നുണ്ടാവും, പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ അവരത് വേഗം നീങ്ങിപ്പോകും. പക്ഷെ ഇതിങ്ങനെ കാണിക്കുന്നുണ്ട്, അപ്പോൾ എനിക്കത് നിങ്ങളെയും കൂടി കാണിക്കണം എന്ന് തോന്നിയിട്ടോ. അപ്പോൾ എനിക്കിത് കാണുമ്പോൾ എപ്പോഴും നമ്മുടെ സമ്മറിൻ ബദലഹമിൽ മറ്റേ കലാഭവൻ മണിച്ചേട്ടൻ കാണിക്കില്ലേ, അതുപോലെ തന്നെ എനിക്ക് തോന്നും കേട്ടോ. അവരെന്തൊക്കെയോ നമ്മളോട് പറയും, ആക്ഷൻ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അതിനെ കാണുമ്പോൾ അത് വേഗം ഇപ്പം തന്നെ ഓടിപ്പോകും കേട്ടോ. അയാൾ വരുമ്പോൾ ആൾ ഇപ്പം തന്നെ ഓടിപ്പോകുന്നത് നമുക്ക് കാണാം. എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് കണിക്കൊന്ന പോലത്തെ ഒരു പൂവാണ് കേട്ടോ. അപ്പം ഞാനിത് 2023 ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അപ്പം ഞാൻ വിചാരിച്ചു ഇനി വിഷു വരുമ്പോൾ എന്തായാലും ഇത് കണി വെക്കുമ്പോൾ വെക്കാമെന്ന്. പക്ഷേ പിന്നത്തെ 2 വിഷു ഞാൻ എൻ്റെ നാട്ടിൽ തന്നെയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കണ്ടില്ലേ, ശരിക്കും നമ്മുടെ കണിക്കൊന്നയുടെ തന്നെ എന്തെങ്കിലും വകഭേദമായിരിക്കും, അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇത് താറാവാണ്, താറാവിന് വലിപ്പം കുറവാണ്.